മാസവുമായിട്ട് ഇവിടെ കുടുംബത്തിൽ താമസിച്ചു. വാർദ്ധക്യത്തിലും തനിയായിരിക്കുമ്പോഴും മക്കളൊക്കെ ഓരോ പ്രദേശങ്ങളിൽ വിവാഹം കഴിച്ച് അയച്ചവരും ഔദ്യോഗികങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ സ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കുമ്പോഴും പല സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ട മാതാവിനെ ഭവനത്തിൽ വന്ന് കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. ചെല്ലുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളിലും ഓരോ ആവലാതികളൊന്നും പറയാനില്ല. എങ്ങനെയുണ്ട് കാര്യങ്ങൾ നടക്കുന്നു, കുടുംബയോഗം നടക്കുന്നു, ഇത് നടക്കുന്നു, അതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും കുടുംബയോഗത്തിലേക്ക് ചെയ്ത് ഓർക്കുന്നുണ്ട്. അതുതന്നെയുമല്ല, സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കളക്ഷന് വേണ്ടി വന്നപ്പോഴും ആവശ്യമായ ക്രമീകരണം തന്നതൊക്കെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഇതൊക്കെയും തനിക്ക് ലഭിച്ചതായ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അത് നിലനിർത്തുവാൻ ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ട മാതാവ് കഴിഞ്ഞ ദീർഘകാല ജീവിതത്തിൽ ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലങ്ങളിൽ പലപ്പോഴും ഈ കുഴിയുമായിട്ടൊക്കെ താമസിക്കേണ്ടതായ സാഹചര്യങ്ങളിൽ വന്നു. അവിടെ ആയിരുന്നപ്പോഴും മക്കൾ വളരെ അനുഗ്രഹത്തോടെ അവർ ശുശ്രൂഷിച്ചു. ഇവിടെ ആയിരുന്നപ്പോൾ രാജസ്ഥാൻ ഇവിടെ ഇല്ലെങ്കിലും രാജസ്ഥാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ വീട്ടിൽ ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട അച്ഛൻ അതിൻ്റെ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. ആൺമക്കളും പെൺമക്കളും ഒരുപോലെ പ്രിയപ്പെട്ട മാതാവിനെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ട ഈ കുടുംബത്തോടുള്ള കുടുംബയോഗത്തിൻ്റെയും സഭയുടെയും ബന്ധം ഒരുപോലെ ഉറപ്പിച്ച് ഞാൻ 2 വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 17-ാം നൂറ്റാണ്ടിൽ കീഴായിപ്പുള്ള പ്രദേശങ്ങളിൽ രൂപം കൊണ്ടതായ ആരംഭിച്ചതായ ഒരു കുടുംബമാണ് പടയകാട്ട് കുടുംബം. പടയകാട്ട് കുടുംബത്തിൻ്റെ ആദ്യ പിതാവാണ് മരുതുകുന്നേ ശാഖ. 12 ശാഖകൾ പടയകാട്ട് കുടുംബയോഗത്തിനുണ്ട്. അതിൽ മൂത്ത ശാഖയാണ് ഓർമ്മിച്ചതുപോലെ മരുതുകുന്നേ ശാഖ. മരുതുകുന്നേ ശാഖയിൽപ്പെട്ടതായ തലമുറയിൽ കഴിച്ചപ്പോൾ പാറയ്ക്കൽ ഈ കുടുംബങ്ങളൊക്കെ അതിൽപ്പെട്ടത് തന്നെയാണ്. അത് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പടർന്ന് പന്തലിച്ച് വീട്ടിൽ പറഞ്ഞ പടയകാട്ട് കുടുംബയോഗത്തിൽ അഭിമാനകരമായ ഒരു കുടുംബമാണ് മരുതുകുന്നേ കുടുംബം. കാരണം കുടുംബയോഗത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബയോഗം ആരംഭിക്കുവാൻ മരുതുകുന്നേ ശാഖ വളരെയധികമായ താല്പര്യവും ക്രമീകരണവും പിന്താങ്ങലും ആരംഭകാലങ്ങൾ പോലെ തന്നെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റായിട്ട് പ്രിയപ്പെട്ട MC അച്ഛൻ കഴിഞ്ഞ 2 വർഷക്കാലമായി ചുമതലയേറ്റെടുത്തു. വളരെ ഭംഗിയായി അച്ഛൻ ആ കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സന്ദർഭങ്ങളിലും എല്ലാവിധമായ നല്ല നേതൃത്വം ഞങ്ങൾക്ക് കുടുംബയോഗത്തിൽ തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട രാജസ്ഥാനാണെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ കൈത്താണല് കുടുംബകാല ജീവിതത്തിൽ കുടുംബയോഗത്തുമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ളത് ഓർക്കുന്നു. ഈ ശാഖ ഏറ്റവും അനുഗ്രഹമായ നേതൃത്വം കുടുംബയോഗത്തിന് തന്നത് ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചി അത് മറക്കാതെ എല്ലാ കാര്യങ്ങളിലും താല്പര്യം കാണിച്ചത് കുടുംബയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സഭയുടെ കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈത്താണൽ തന്നിട്ടുണ്ട്. സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പമ്പാടിയിലുള്ള പുനർനിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിലും പ്രിയപ്പെട്ട അമ്മച്ചി ഇവിടെ സഹകരണം ഞങ്ങൾ ഓർക്കുന്നു. അച്ഛൻ്റെയും രാജാൻ്റെയും സഹകരണം ഓർക്കുന്നു. പ്രത്യേകിച്ച് പെൺമക്കൾ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലും സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള ബന്ധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അത് നമുക്ക് മറക്കുവാൻ സാധിക്കുന്നതല്ല. ഈ പ്രിയപ്പെട്ട കുടുംബം, ഞങ്ങളുടെ പടയകാട്ട് കുടുംബം എന്ന് പറയുന്ന ഈ കുടുംബയോഗത്തിൽ പ്രിയപ്പെട്ട മരുതുകുന്നേ ശാഖ ചെയ്തതായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആദ്യമായി കുടുംബയോഗം ആരംഭിക്കുവാൻ മരുതുകുന്നേ ശാഖയാണ് ആ ശുശ്രൂഷ ഏറ്റെടുത്തത്. തുടർന്ന് ഏറ്റവും അനുകൂലമായ സാമ്പത്തികമായ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വീണ്ടും ഓർക്കുന്നു. എപ്പോൾ വന്നാലും വളരെ സന്തോഷത്തോടെ ഉള്ള സ്വീകരണം അത് മറക്കുവാൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നല്ല മാതൃക പ്രിയപ്പെട്ട മാതാവ് കാണിച്ചു. അതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പോലീസ് ഇങ്ങനെ പറഞ്ഞു, കൂടാരമായ ഞങ്ങളുടെ ഭവന അഴിഞ്ഞുപോയ കൈപ്പണിയില്ലാത്ത നിത്യമായൊരു വാസ്തവം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിരിക്കുമ്പോൾ ഞെരങ്ങിക്കൊണ്ട് നഗ്നരല്ല, ഞങ്ങൾ ഉടുപ്പുള്ളവരാണ്. ഇതിൻ്റെ മേലെ ഒരു ദേശത്തെ വസ്ത്രം ധരിപ്പാനുണ്ട്. അതിനാൽ ഞങ്ങൾ ജീവിക്കുന്നു. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ച് നോക്കിയാൽ അത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. പ്രിയപ്പെട്ട അമ്മച്ചി ജീവിതത്തിൽ രോഗങ്ങളുടെയും മറ്റ് കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളുടെയും ജീവിതത്തിൽ ഞരക്കവും പ്രയാസവും ഭാരവും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ഉറപ്പുണ്ട്, പോലീസ് ഓർപ്പിച്ചതുപോലെ ഞാൻ അല്ല പാപത്തിൽ കഴിയുകയില്ല. പാപത്തിന് വിടുതൽ പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് രക്ഷാനിലയം പ്രാപിച്ച് രക്ഷാവസ്ഥം ധരിക്കപ്പെട്ടവളായി എൻ്റെ മകള് കഴിഞ്ഞ കാലം ജീവിച്ചു.
ജീവിതം അവസാനിച്ചപ്പോൾ നിത്യമായി ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിയാക്കി ഇനി ദിവസം ധരിപ്പാൻ വേണ്ടി പ്രിയപ്പെട്ട മാതാവ് കടന്നു പോയിരിക്കുന്നു. അത് ഈ പ്രിയപ്പെട്ട സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ്. ഈ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബേജാനാണ് ചേർന്ന് വന്ന് സെക്രട്ടറി പ്രിയപ്പെട്ട സോമൻ മുമ്പിൽ കടന്നു വന്ന് ഇപ്പോൾ നമ്മുടെ സൈജാക്കോ കുടുംബനാമമാണ് മുമ്പിലേക്ക് വന്ന് കുടുംബനാമങ്ങൾ മുമ്പിലേക്ക് വന്ന് ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ എഴുത്ത് സമർപ്പിക്കാവുന്നതാണെന്ന് പ്രിയപ്പെട്ട സൈജാക്കോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഫലകരമായി ചെയ്ത് ദൈവസഭയിൽ ചേർക്കപ്പെടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. പ്രിയ അമ്മച്ചിയുടെ കാര്യത്തിൽ അത് വളരെ വളരെ ശ്രദ്ധേയപ്പെട്ടതാണ്. എനിക്ക് ഈ വീടുമായി വളരെ അടുത്ത ബന്ധമാണ്. അത് ചെറുപ്പത്തിൽ സന്തോഷം പഠിക്കുന്ന കാലത്താണ്. അന്ന് അപ്പച്ചൻ ഞങ്ങളുടെ സെമസ്റ്റർ അധ്യാപകൻ. അന്ന് മുതൽ ഈ വീടുമായി എനിക്ക് വളരെ അടുത്തറിയാം. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പ്രിയപ്പെട്ട അമ്മച്ചി മക്കളെ എല്ലാം ദൈവസന്നിധി ദൈവപ്രയത്നം സഭയോട് ചേർത്ത് വളർത്തിയ ഒരു മാതാവ്. എല്ലാ മക്കളെയും സമ്മതിക്കൊണ്ടും സഭയോട് ബാധ്യതയുള്ള ആളാക്കി വളർത്തി. തീർച്ചയായും ആ കാര്യത്തിൽ അമ്മച്ചിക്ക് വളരെ അഭിമാനിക്കാറുണ്ട്. മക്കളെ എല്ലാവരെയും നല്ല നിലയിൽ എത്തിച്ചു. ഭവനത്തിന് നല്ല ഒരു ഈശ്വര അന്തരീക്ഷം ദൈവകൃപ ഉണ്ടാക്കി എത്തിക്കഴിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. തീർച്ചയായും പ്രിയാമച്ചോടെ കഴിയുമ്പോൾ ദുഃഖാർക്കായിരുന്ന കുടുംബാനോടൊപ്പം ദുഃഖത്തെ ഭംഗിയാകുവാൻ മനുഷ്യരാണ് അപേക്ഷ ചെയ്യും. ഈ ഭവനവുമായി വളരെ ദീർഘവർഷത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ബന്ധത്തിൽ ഈ ഭവനത്തിലെ പിതാവുമായി മാതാവുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധപ്പെടുന്നതിനും അവരുടെ സ്നേഹവാത്സല്യങ്ങളും സൽക്കാരങ്ങളും ഏറ്റുവാങ്ങുന്നതിനും ഇടയായിട്ടുണ്ട്. അച്ഛനോടൊന്നിച്ച് ആ കാലഘട്ടങ്ങളിൽ കുവൈറ്റിൽ ഇടവയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കാര്യം കുട്ടിച്ചായാലും സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച എനിക്കും ട്രസ്റ്റിയായിട്ട് പ്രവർത്തിച്ച ഈശോ തോമസ്, അൽമായ സുഷരൻ എന്ന മാമച്ചൻ ഇവർക്കൊക്കെയും ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇവിടെ വന്ന് പങ്കെടുക്കത്തക്കവണ്ണം സാധിക്കുന്നു. ധാരാളം കുവൈറ്റ് ഇടവയുടെ മുൻ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേരും എന്ന് ഞങ്ങൾ ആശിക്കുന്നു. ഈ പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആ കുടുംബത്തിലെ ആദ്യ മകനെ ദൈവവഴിക്കായി ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ച് നൽകി ആ പാതയിൽ വളർത്തി തൻ്റെ ആഗ്രഹം സഫലീകരിച്ച ഒരു മാതാവാണ്. ദൈവ കൃപയുള്ള ഭവനമായി മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഭവനങ്ങളായി പ്രവർത്തിപ്പാൻ ഈ മാതാവിന് അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിച്ചു. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ നമുക്കൊക്കെ സങ്കടം ഉണ്ട് എന്നുവരികിലും മരണം എന്ന് പറയുന്നത് നമ്മളെ ആരെയും ഒഴിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. അത് ഏത് സമയം എപ്പോൾ എന്നുള്ളത് നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവിനല്ലാതെ മറ്റാർക്കും നിശ്ചയമില്ല. അവരുടെ കർത്താവ് വിളിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടെ അവരുടെ സന്നിധിയിലേക്ക് ചേരുന്നതിനും അങ്ങനെയുള്ളവരെ സന്തോഷത്തോടെ നമുക്ക് യാത്ര അയക്കുന്നതിനും സാധിക്കണം. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ കഴിഞ്ഞകാലത്തെ ആ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മാതാവിൻ്റെ യാത്ര അയപ്പാൻ ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനും ആനീസോച്ചമയും ഒക്കെയും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെയും ആനീസോച്ചമയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും കുവൈറ്റ് മാർത്തോമ ഫൗണ്ടൻ ഫെലോഷിപ്പിൻ്റെ
അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ രായൻ കുട്ടിച്ചായനും എന്നോ മാമച്ചൻ ഈശോ തോമസ് മുതലായ പ്രിയപ്പെട്ടവർ ചേർന്ന് ഇപ്പോൾ ഞങ്ങളുടെ ദുഃഖസൂചകമായിട്ടുള്ളതായ റീത്ത് സമർപ്പിക്കും. ദൈവമേ, നിന്റെ മകളുടെ ജീവിതകാലത്ത് അവിടുന്ന് വഴി നടത്തിയ കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നല്ലവളും വിശ്വസ്തയുമായ ദാസി എന്ന് വിളിക്ക് യോഗ്യമാവണ്ണം ദൈവമേ ജീവിതം നയിച്ച് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസി ദൈവമേ അബ്രഹാമി മടികളിൽ വസിക്കുന്നുവെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി കർത്താവേ, ഞങ്ങൾക്കും ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായി നയിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഓരോ മരണവീട്ടിലും ഞങ്ങൾ കടന്നു വരുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോഴുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടി അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതായ ദൗത്യങ്ങൾ വിശ്വസ്തയോടെ പൂർത്തീകരിച്ച് അനുഗ്രഹമായ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെയും അവിടുന്ന് ഒരുക്കിക്കൊള്ളണമേ. കർത്താവേ, എൻ്റെ ദാസിക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ഈ ലോകത്തിന് ഒരു ശ്രേഷ്ഠ പട്ടക്കാരനെ സംഭാവന ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ ദാസിക്ക് അവിടുന്ന് ഇടയാക്കി തീർത്തുവല്ലോ. ദൈവമായ കർത്താവേ, എല്ലാ അനുഗ്രഹമായി തുടർന്നുള്ളതായി ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ. ഞങ്ങളെ ഒന്നും കുറവുകൾ ഓർക്കാതെ ദൈവമേ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കുമെന്നും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാ
തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ. വളരെ സന്തോഷകരമായി ആയിരിക്കാൻ നമുക്ക് സഹായിക്കണമേ. സ്വർഗം സന്തോഷിക്കുന്ന ഒരു ഹോം കമ്മിങ് ഇതിനെ തീർത്തിരിക്കാൻ നിന്നോട് സ്തുതിക്കുന്നു. തന്റെ ഭക്തന്മാരുടെ മനോഹരയ്ക്ക് എവിടെയതായി നിന്നോട് സ്തുതിക്കാൻ പറ്റാതെ ആ ഒരു പ്രത്യാശയിൽ പ്രിയമക്കൾ മുൻപോട്ട് ജീവിക്കാൻ സഹായിച്ച ശുശ്രൂഷയിലും അവരുടെ സ്ഥാനത്തിൽ ഉണ്ടാകണം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണം. ഇവരെ സൂക്ഷിച്ചാട്ടെ വലിയ പ്രത്യാശയുടേതായ ആ വലിയ പുനരുദ്ധാനത്തിന്റെ ധൈര്യം എന്റെ മക്കൾക്ക് നൽകി അവരുടെ ആശ്വാസങ്ങളും നൽകി അനുഗ്രഹിക്കും. ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പമുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പമുണ്ട്. പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട്.
ആശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾ അങ്ങയോടൊപ്പം എത്ര സന്തോഷാവസരങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. സന്തോഷങ്ങൾ മാത്രമല്ല, സന്താപങ്ങളും വേദനകളും വേർപാടുമൊക്കെ പങ്കുവയ്ക്കുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളൊക്കെ ജീവിക്കുന്ന ലോകത്തിൽ മരണമുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഞങ്ങളിതിനെയൊക്കെ അതിജീവിച്ചേ മതിയാകുള്ളൂ. ദൈവമേ, ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ ആവശ്യമായുള്ള ശക്തിയും ബലവും ഉൾക്കരുത്തും ആശ്വാസവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ തൃപ്തരാക്കണമേ. ദൈവമേ, വാത്സല്യനിധിയായ, സ്നേഹനിധിയായ, ആദരണീയരായ ദൈവമേ, ഈ വന്യമാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത്, അനുഗ്രഹീതമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഈ വാത്സല്യ മാതാവിൻ്റെ ഒരു മകനെ ദൈവത്തിൻ്റെ വേലയ്ക്കായി, ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകാൻ കർത്താവ് അവസരം നൽകി. ദൈവമേ, എത്രയോ അമ്മമാർക്ക് ലഭിക്കാത്ത അവസരം ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് കൊടുത്തതിനാൽ ഞങ്ങൾ ദൈവത്തിനാണ് നന്ദി കരുതുന്നത്. ദൈവമേ, ഞങ്ങൾ പട്ടക്കാരെന്ന നിലയിൽ മറ്റുള്ളവരുടെ സ്നേഹത്തിൽ, മറ്റുള്ളവരുടെ വേർപാടിൽ, വേദനയിലൊക്കെ പോയി അവരോട് ആശ്വാസം പറയുന്നവരാണ്. ദൈവമേ, അതുകൊണ്ട് നിൻ്റെ മക്കളുടെ ഈ വേദനയിലും സകല ബുദ്ധിയെയും കവിഞ്ഞ ആശ്വാസം കണ്ടെത്താൻ, സമാധാനം കണ്ടെത്താൻ അവരെല്ലാവരെയും സഹായിക്കണമേ. മക്കളെ ഓരോരുത്തരെയും പേര് പേരായിട്ട് ഓർക്കുന്നു, മരുമക്കളെ ഓർക്കുന്നു, കൊച്ചുമക്കളെ ഓർക്കുന്നു, ബന്ധുക്കളെ ഓർക്കുന്നു. ഈ അമ്മച്ചിയുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള, വാത്സല്യം അനുഭവിച്ചിട്ടുള്ള, തലോടൽ അനുഭവിച്ചിട്ടുള്ള, പ്രോത്സാഹനം അനുഭവിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവമേ, എല്ലാവരെയും അവിടുന്ന് ധന്യരാക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, ദിവ്യകൃപയിൽ പരിപോഷിപ്പിക്കണമേ. ഇത് ദൈവമേ, ഈ അമ്മച്ചിയുടെ ഭൗതിക ശരീരം മാത്രമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ അമ്മച്ചിയുടെ നിത്യമായ ശരീരം ദൈവമേ വിൺമറയപ്പെട്ട് തേജസ്സിൻ്റെ തുറമുഖത്ത് ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നോക്കി പാർക്കാൻ, നിത്യതയ്ക്കായി ഒരുങ്ങാൻ എല്ലാവരെയും സഹായിക്കണമേ. ഭവനത്തിലെ ശുശ്രൂഷയിലും ഭവനത്തിൽ ശേഷം ദേവാലയത്തിൽ നടക്കേണ്ട ശുശ്രൂഷയിലും കർത്താവിൻ്റെ സാന്നിധ്യത്താൽ എല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ ആശ്വാസത്തിനായും നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ചവരും ഞങ്ങൾ സ്നേഹിക്കുന്നവരും ഞങ്ങളെ വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനുണ്ടാകുന്ന ശൂന്യതയും ദുഃഖവും നികത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവെ, അവിടുത്തെ പുനരുദ്ധാനത്തിൻ്റെ അനുഭവമാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് ഞങ്ങളെല്ലായ്പ്പോഴും ഓർക്കുന്നു. സഹോദരങ്ങളെ, ജഡശരീരങ്ങൾക്ക്, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ്ലീഹ ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഈ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും പ്രാപിക്കണമെന്നും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും പ്രാപിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ തരുന്നുവെന്നും ഞങ്ങളെ തിരുവചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം. മൂടുപടം നീങ്ങിയ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് ദൈവപുത്രൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാനുള്ള രൂപാന്തര ശക്തി ഈ മനുഷ്യജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ദൈവം ഞങ്ങൾക്ക് നൽകിയ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പെട്ട മാതാവിനായി സ്തോത്രം. ഇതിൻ്റെ മകൾ ഈ ലോകത്തിൽ ജീവിച്ച് മാതൃകയുള്ള ജീവിതം നയിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നുവല്ലോ.
പ്രാപിച്ച് ദൈവികമായ കൂദാശകളിൽ അഭയം പ്രാപിച്ച് ക്രൂശുമരണത്തിൽ സങ്കേതപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിച്ച നിരദാസി ഞങ്ങൾ അല്പം കഴിഞ്ഞ് വായിക്കും പോലെ കർത്താവെ മണവാളനെ എതിരേൽപ്പാനെരിയുന്ന വിളക്കുകളുമായി നിന്നു. കർത്താവെ നിന്റെ മകളെ അങ്ങനെ തന്നെ നീ കണ്ടെത്തിയതിനാൽ ബുദ്ധിയുള്ള 5 കന്യകമാർ മണവാളനോടുകൂടെ പന്തിയിൽ പ്രവേശിച്ചതുപോലെ ഈ ദാസി മണവാളനോടുകൂടെ പന്തിയിൽ പ്രവേശിക്കുന്നവളാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തന്ന കരുണയ്ക്ക് സ്തോത്രം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് മരണമുഖത്ത് നോക്കി വെല്ലുവിളിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ജീവൻ മീതെ ഒടുക്കുന്ന മരണത്തിൻ്റെ വാതായ